പാലക്കാടൻ യാത്ര ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് വരുന്ന ചെട്ടിത്തെരുവിലാണ്. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പുകളിലേക്ക് കടക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനായി വോട്ടുറപ്പിക്കാനായിട്ട് കുറച്ച് പ്രവർത്തകരുണ്ട്. നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ, കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് 75-ാം ബൂത്തിലാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. പ്രിയപ്പെട്ട മുരളിയേട്ടനാണ് ബൂത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്നുള്ള UDYF-ൻ്റെ പ്രവർത്തകരാണ് പ്രിയപ്പെട്ട വിജിൽ മോഹൻ, ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും KSYF-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി അടക്കം നമ്മളെ ജില്ലാ ഭാരവാഹികളാണ്. ഇവരൊക്കെ നേതൃത്വത്തിലാണ് ഒരു കണ്ണൂർ സ്റ്റൈലിൽ തന്നെ ഞങ്ങളിവിടെ വീട് കയറിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അവസാന ഘട്ടം ഏറ്റവും ഇപ്പോൾ കൽപ്പാത്തി ഉത്സവം നടക്കുകയാണ്. 1, 2, 3 തവണ ഇവിടെ ഗൃഹസന്ദർശനം നടത്തിയെങ്കിലും കൽപ്പാത്തി ഉത്സവം പ്രമാണിച്ച് ഒട്ടേറെ ആളുകൾ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കൽപ്പാത്തി ഉത്സവം പ്രമാണിച്ച് പാലക്കാടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വോട്ട് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗൃഹസന്ദർശനമായി പ്രിയപ്പെട്ട മുരളിയേട്ടനൊപ്പം പോവുകയാണ്. നല്ല പ്രതികരണമാണ്. അപ്പോൾ ഓരോ വോട്ടറെയും ഇതുവരെ ഓരോ തവണ പോകുമ്പോഴും പുതിയ ആളുകളെ കാണുന്നുണ്ട്. എല്ലാ വോട്ടർ ഭാഗത്തുനിന്നും മികച്ച പ്രതികരണമായി മുന്നോട്ട് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂരിപക്ഷം എത്രയെന്നതാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. വളരെ പോസിറ്റീവായൊരു പ്രതികരണമാണ് പാലക്കാട് ജനതയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഷാഫി പറമ്പിലിൻ്റെ പിന്തുടർച്ചയായി മതേതരത്വ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. രാഹുൽ വരണം എന്നുള്ളൊരാവശ്യമാണ് പാലക്കാട്ടത്തെ ജനത നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനാണല്ലോ ഇവിടെ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ചേട്ടൻ ഇവിടുത്തെ ആളാണല്ലോ. നമ്മൾ ഇവിടുത്തെ ആളാണ്. ഇവിടുത്തെ പ്രചാരണം നന്നായിട്ട് പോകുന്നുണ്ട്. ഏകദേശം UDF-നുള്ളത് മത്സരിക്കുന്നുണ്ട്. LDF-ഉം BJP-യും ഇവിടെ പല വിവാദങ്ങളിലൂടെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാം. സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തിയിട്ടും മറ്റുള്ള വിഷയം കൈകൊടുത്തതും അങ്ങനെയുള്ള പല വിഷയങ്ങൾ. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയും സംസ്ഥാനം ഭരിക്കുന്ന 8 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെയും ജനദ്രോഹ നടപടികളെ, ആ നയങ്ങളെയൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ട് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. അതുപോലെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തന്നെ, ക്ഷേമ പെൻഷൻ്റെ പേരിൽ അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. ഇന്ന് ക്ഷേമ പെൻഷൻ ഒരു കിട്ടാക്കനിയായി മാറുകയാണ്. അങ്ങനെ ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമ്മുടെ സാധാരണ പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ നമുക്ക് മരുന്നോ ഡോക്ടറോ സേവനമോ ലഭിക്കാതെ അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുകയും ഈ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സാണ് കേരളത്തിൻ്റേത്. അതിനുള്ള അവസരം ഇന്ന് പാലക്കാടും ചേലക്കരയിലാണ് ലഭിച്ചത്. ആ അവസരം പാലക്കാടത്തെ ജനത കേരളത്തിന് വേണ്ടി കൃത്യമായി UDF-ന് അനുകൂലമായി വിനിയോഗിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാം കൊണ്ടും ഏറ്റവും അനുകൂലമായി മികച്ച ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ ലഭിച്ചതിനേക്കാളും ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കും. അതിൻ്റെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.